സമ്പത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് പലപ്പോഴും നമ്മൾ കേട്ടതാണ്. ഞാൻ എന്റെ വിശദീകരണങ്ങളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പോകുന്നില്ല. ഒരുത്തൻ മറ്റൊരുത്തന്റെ ഒരു ചാൺ ഭൂമി, ഒരു ചാൺ എന്ന് നമ്മളെ കൈയോട് ഇങ്ങനെ അളക്കുന്നതാണ്, ഇത്ര ഭൂമി ഒരുത്തൻ മറ്റൊരുത്തേണ്ടത് കൈവശപ്പെടുത്തിയാൽ, അന്യായമായി കൈക്കലാക്കിയാൽ, ആ ഭൂമിയുടെ ഒരു ചാണ് മാത്രമല്ല, ഇങ്ങനെ 7 ഭൂമിയുടെ താഴോട്ട്, അതായത് ആകാശം 7 തട്ടുകളായതുപോലെ ഭൂമിയും 7 തട്ടുണ്ട്, 7 ഭൂമിയുണ്ട് എന്ന് ഖുർആനിന്റെ സൂചനയിൽ നിന്നും ഹദീസിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ താഴോട്ട് ഒരു ചാൺ ഭൂമിയാണ് എടുത്തതെങ്കിൽ, ഒരു ചാൺ തന്നെ ഒരു ചാണിനെ കുറച്ചായാൽ കുറ്റല്ലാന്നല്ല, അതൊരു അതിശയോക്തിക്ക് വേണ്ടി പറഞ്ഞാൽ എത്ര എടുത്താലും ശരി, അതേ അളവിൽ ഭൂമി താഴോട്ട് 7 ഭൂമിന്റെ അടി വരെ എത്രയുണ്ടാകുമോ ഒരു വളയാക്കി മാറ്റും. എന്നിട്ട് ഈ 7 ഭൂമിന്റെ അടിവരെയുള്ള മണ്ണെടുത്ത് ഒരു വളയമാക്കി അത് കഴുത്തിൽ ഒരു ആഭരണമായി അണിയിക്കും. ഇത് മനുഷ്യന് താങ്ങാൻ കഴിയും? ഒരു കൊട്ട മണ്ണെടുക്കാൻ പറ്റാത്തവനുണ്ട്. 7 ഭൂമിന്റെ താഴെ വരെയുള്ള മണ്ണ് ഒരു വളയമാക്കി കഴുത്തിലിട്ടാൽ ഇത് അവൻ വഹിച്ച് നടക്കാൻ പറ്റുമോ? നേരെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. അത്രക്ക് കടുത്ത ശിക്ഷ ഇതിന്റെ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സമ്പത്തിന്റെ വിഷയത്തിലുള്ള അതിക്രമത്തിന്റെ അതിന്റെ ആഴമാണ്, അല്ലെങ്കിൽ ഭീകരതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പഠിപ്പിക്കുന്നത്.